ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ട്രാവൽ ലവേഴ്സ് ബൈ മുന്ന. ഇന്ന് നമുക്കൊരു ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് ആദ്യം ആവശ്യമായിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സിൽ കുറച്ച് ഓറഞ്ച് ജ്യൂസ് വെച്ചിട്ട് നമ്മളതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ഇതൊന്ന് ഇതേപോലെ സെറ്റാക്കി വെക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 3 കോഴിമുട്ട എടുക്കുന്നുണ്ട്. 3 കോഴിമുട്ട എടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. സാധാ നമ്മൾ നോർമൽ കേക്ക്സ് ഒക്കെ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മൾ ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് ഇതേപോലെ നല്ല പോലെയായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. വാനില എസൻസ് ഒക്കെ ഒഴിച്ച് ഒന്ന് നല്ല സെറ്റായിട്ട് വരുമ്പോൾ അതിൽ കുറച്ചൊരു നുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുക. ഈ വാനില എസൻസ് ഒഴിക്കണത് നമുക്ക് ഈ ഒരു കോഴിമുട്ടയുടെ സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എസൻസ് ഒഴിക്കണത്. പിന്നെ ഞാനൊരു കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ആഡ് ചെയ്യണത്. അപ്പോൾ ആ പഞ്ചസാര പൊടിച്ചത് 250 ml ഒരു കപ്പിലാണ് ഞാൻ ഈ പഞ്ചസാര പൊടിച്ചിട്ടുള്ളത് അളവ് എടുത്തിട്ട് ചെയ്യേണ്ടിയിരുന്നത്. അത് നമ്മൾ ഇതുപോലെ കുറച്ചിശായിട്ട് ഇട്ടിട്ട് നമ്മൾ ഈ ഒരു മിക്സ് നല്ല പോലെയായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇനി അതിലേക്ക് കുറച്ച് ഒരു 1/4 ഒരു കപ്പിൽ നമുക്ക് കുറച്ച് ഓയിലും കൂടെ എടുത്തിട്ട് അതും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ ഓവറായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണ്ട. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ മൈദയും പിന്നെ 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും, ഇപ്പോൾ 2 കപ്പ് മൈദയും 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ്. 250 ml കപ്പിലാണ് മൈദ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു 2-3 പ്രാവശ്യം നമ്മൾ അരിച്ചിട്ട് വെച്ചിട്ടുള്ള ഒരു മിക്സാണിത്. അപ്പോൾ ഞാനത് അരിക്കണതൊന്നും ഞാൻ കാണിക്കണില്ല അതിൽ. അപ്പോൾ ഈ ഒരു അരിച്ച മിക്സും നമ്മൾ കുറച്ച് ഇട്ടിട്ട് ഇതേപോലെ നല്ല ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഞാൻ 2ാമത്തെ കപ്പും മൈദ നമ്മളിപ്പോൾ ഇത് രണ്ടെല്ലാം മിക്സാക്കി വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് പിന്നെയും പറയണത്. ഇനി അതിലേക്ക് നമ്മൾ ബ്രൗൺ ഷുഗറിന് പകരം പഞ്ചസാര കാരമൽ ചെയ്തിട്ടുള്ളതാണ് നമ്മളിതിൽ ആഡ് ചെയ്യണത്. ബ്രൗൺ ഷുഗർ ഇല്ലാത്തവർക്കും ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യേണ്ടെന്നുള്ളവർക്കും അതേപോലെ കിട്ടാത്തവരാ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ പഞ്ചസാര കാരമൽ ചെയ്തത്. അപ്പോൾ ഈ കാരമൽ ചെയ്തതും നമ്മളിടുക. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യണം. ഇതിപ്പോൾ പട്ട പൊടിച്ചിട്ടുള്ളതാണ്, നമ്മൾ കറുകപ്പട്ട പൊടിച്ചിട്ട്, പിന്നെ കുറച്ച് ഗ്രാമ്പു പൊടിച്ചതും അതേപോലെ ഏലക്കായ പൊടിച്ചതുമാണ് ഇപ്പോൾ നമ്മളിതിലേക്ക് സ്പൈസസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യണത്. ഇതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ മുന്നേ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇല്ലേ, അപ്പോൾ ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ അതിലേക്ക്. അപ്പോൾ ആ ഒരു മിക്സ് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ മിക്സിലേക്ക് ആഡ് ചെയ്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് വേണ്ടത്. നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇതൊരു മുന്നേ കേക്ക് ഈ മിക്സ് ഒഴിക്കണതിൻ്റെ മുന്നേ ഫ്രൂട്ട്സുകൾ മൈദയിലൊക്കെ ഒന്ന് നമ്മൾ തട്ടിയെടുക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം കേക്ക് ഉണ്ടാക്കി വരുമ്പോൾ ഇത് ഓരോ ലെയറിലായിട്ട് തന്നെയാണ് നമുക്കിത് കിട്ടണം. അല്ലാണ്ട് കേക്കിൻ്റെ അടിയിലേക്ക് പോയിട്ടൊന്നും നമുക്ക് ഈ ഫ്രൂട്ട്സ് കിട്ടണില്ല. അപ്പോൾ ഈ ഒരു സെറ്റ് സംഭവമാക്കിയതിന് ശേഷം നമ്മളിത് ഓവനിലാണ് വെച്ചത്. ഓവനിൽ 180 ഡിഗ്രിയിൽ 1 അവറിലാണ് ഞാനിത് ഓവനിൽ വെച്ചത്. പ്രീഹീറ്റ് ചെയ്തില്ല. അപ്പോൾ പ്രീഹീറ്റ് ചെയ്യാതെ തന്നെ 1 അവറിൽ 180 ഡിഗ്രിയിലാണ് ഞാനിത് ഓവനിൽ വെച്ചത്. ഓവനിൽ വെച്ച് നമ്മളിത് സെറ്റാക്കി ഒരു 1 അവർ മതി. 1 അവറിൻ്റെ ഉള്ളിൽ നല്ല പോലെ ഇത് ഓവനിൽ വെക്കണോണ്ട് മേലെയും അടിയിലൊക്കെ നല്ല പോലെ സെറ്റായിട്ട് വരും. അങ്ങനെ കേക്കിൻ്റെ മിക്സൊക്കെ ഒഴിച്ച് നമ്മൾ സെറ്റാക്കി നമ്മൾ ഓവനിലൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ ആ ഒരു റിസൾട്ടാണ് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ രൂപം. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനൊരു പ്ലം കേക്ക് ഉണ്ടാക്കുന്നത്. പക്ഷെ നല്ല പോലെ സോഫ്റ്റായിട്ടും അതേപോലെ കറക്റ്റ് നല്ല വേവിലൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു പ്ലം കേക്ക് കിട്ടി. നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.